ചോദ്യപേപ്പർ ചോർച്ച തടയൽ ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. അടുത്തയാഴ്ച ബില്ല് അവതരിപ്പിച്ചേക്കും. വിവരങ്ങളുമായി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, ഈ പുതിയ ബില്ലിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നവർക്കുള്ള ശിക്ഷ എങ്ങനെയാണ് വ്യവസ്ഥ ചെയ്യുന്നത്? വർഷകാല സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷ ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ഈ ബില്ലിന് ഈ അംഗീകാരം നൽകിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുമായി ബന്ധപ്പെട്ട് കർശനമായ വ്യവസ്ഥകളാണ് ഈ ബില്ലിലുള്ളതെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചോദ്യപേപ്പർ ചോർച്ച നടത്തുന്നവർക്ക് 10 വർഷത്തെ തടവ് ശിക്ഷയും 10 കോടി രൂപ പിഴയുമാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം കേസുകൾ അന്വേഷിച്ചു കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിച്ചാൽ 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ രൂപീകരിക്കുവാനും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ബില്ല് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം വൈകിട്ട് 4 മണിക്ക് ഡൽഹിയിൽ നടക്കുന്നതാണ്. ഡൽഹിയിൽ 4 മണിക്കാണ് ക്യാബിനറ്റ് ബ്രീഫിംഗ് നടക്കുന്നത്. തുടർന്ന് അടുത്ത ആഴ്ച ഒരുപക്ഷെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ തന്നെ ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുവാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്.